ടീച്ചർ, രാജ്യത്തിൻ്റെ അന്തസ്സിന് നിരക്കാത്ത തരത്തിൽ നിലവിലെ ഭരണത്തെ വിമർശിക്കുക മാത്രമല്ല, തെറ്റിദ്ധാരണാജനകമായ പല പ്രസ്താവനകളും നടത്തിക്കൊണ്ട് ഒരു സിനിമ, അതിന് തിരക്കഥ രചിക്കുക, അത് അണിയറ പ്രവർത്തകർക്കോ അല്ലെങ്കിൽ അതിൻ്റെ ഒപ്പം നിന്നവർക്കോ പോലും അതിൻ്റെ തിരക്കഥയെക്കുറിച്ച് പൂർണ്ണമായ ഒരു രൂപം നൽകാതെ ഒളിച്ചു കടത്തൽ തന്ത്രത്തിലൂടെ അത് ആവിഷ്കരിക്കുക. എന്തിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു ഇങ്ങനെ രാജ്യത്തിനെ തന്നെ അവഹേളിക്കുന്ന, രാജ്യത്തിൻ്റെ അന്തസ്സിനെ തന്നെ അവഹേളിക്കുന്ന, മന്ത്രിമാരെ അവഹേളിക്കുന്ന, എന്തിന് അന്വേഷണ ഏജൻസികളെ പോലും മുൾമുനയിൽ നിർത്തുന്ന, സംശയത്തിൻ്റെ മുൾമുനയിൽ നിർത്തുന്ന ഈ രീതിയിലുള്ള ആവിഷ്കാരം ഒരു സിനിമയായി ആരുടെയായിരുന്നു ഈ അജണ്ട എന്ന് മനസ്സിലാക്കണം. ഇവിടെ ഭരണകൂടങ്ങളെ വിമർശിക്കുന്നതിന് നമ്മളാരും എതിരല്ല. വിമർശന വിധേയമായ കാര്യങ്ങൾ ഉണ്ടെങ്കിൽ വിമർശിക്കാം. അതിന് കലയും സാഹിത്യവും ഒക്കെ അതിനൊരു മാധ്യമമായി ഉപയോഗിക്കുകയും ചെയ്യാം. അത് ലോക ചരിത്രത്തിൽ എന്നും നടക്കുന്ന കാര്യമാണ്. അത് നമ്മൾ തടയുക എന്ന് പറയുന്നത് ആവിഷ്കാര സ്വാതന്ത്ര്യത്തിനും അഭിപ്രായ സ്വാതന്ത്ര്യത്തിനും ഒക്കെ എതിരാണ്. ഒരു ജനാധിപത്യത്തിൽ അതൊരിക്കലും ഭൂഷണവുമല്ല. ജനാധിപത്യ സംവിധാനങ്ങൾക്ക് അത്തരം വിമർശനങ്ങൾ അരുത് എന്ന് പറയുന്നത് ഭൂഷണവുമല്ല. അങ്ങനെ ധാരാളം ആര് ഭരിക്കുമ്പോൾ വിമർശനങ്ങൾ ധാരാളം നടക്കും. ഒരുപക്ഷെ വിമർശിക്കാനുള്ള കാര്യങ്ങൾ ഇല്ലെങ്കിൽ പോലും ഉണ്ടാക്കി വിമർശിക്കുകയും ചെയ്യും. പക്ഷെ ഇവിടെ ഭരണകൂടത്തെ വിമർശിക്കുക എന്നുള്ളതല്ല ഉദ്ദേശം. ഇവിടെ നമുക്കറിയാം, പച്ച മാംസം കത്തിച്ചതിന്റെ മണം നമുക്കിപ്പോഴും മാറിയിട്ടില്ല. ഗോദ്രയിൽ പതിറ്റാണ്ടുകൾ കഴിഞ്ഞാലും നമുക്ക് ആ മണം ഇപ്പോഴും അനുഭവപ്പെടുന്നുണ്ട്. കാരണം സ്ത്രീകളും കുട്ടികളും അടക്കമുള്ള ഒരു പച്ചയ്ക്ക് തീയിട്ടതാണ്. അതിന്റെ കുറ്റവാളികൾ ശിക്ഷിക്കപ്പെട്ടും കഴിഞ്ഞ ഒരു സംഭവം. എന്നിട്ട് യാതൊരു അടിസ്ഥാനവും ഇല്ലാത്ത വിധത്തിൽ അതിനെയൊക്കെ തന്നെ പരത്തി പറഞ്ഞ് സിനിമയിൽ മറ്റെന്തോ ഒരു നെറേറ്റീവ് കൊണ്ടുവരാനുള്ള ഒരു ശ്രമം. ഇത് എന്തിനാണ് എന്ന് പറഞ്ഞാൽ വളരെ വ്യക്തമാണ്. ആരാണോ സിനിമയ്ക്ക് വേണ്ടി ഫണ്ട് ഇറക്കുന്നത് അവർക്കൊരു അജണ്ടയുണ്ട്. ആ അജണ്ട ആരിലൂടെയൊക്കെയോ നടപ്പാക്കപ്പെട്ടു എന്നാണ് നമുക്കിവിടെ മനസ്സിലാക്കുന്നത്. അതല്ലാതെ കലാമൂല്യം ഉറപ്പിക്കാനോ അല്ലെങ്കിൽ പ്രേക്ഷക ശ്രദ്ധ ഇതിനൊന്നും വേണ്ടിയല്ലത്. പ്രേക്ഷകരെ ആകർഷിക്കാൻ കഴിയില്ല. ഒരു പാൻ ഇന്ത്യൻ സിനിമയായി മാറണം എന്നുണ്ടെങ്കിൽ ഒരിക്കലും കേരളത്തിന് അപ്പുറത്തേക്ക്, ഇനി ഏറിക്കവിഞ്ഞാൽ ദക്ഷിണേന്ത്യയിലെ മറ്റു ചില സംസ്ഥാനങ്ങളിൽ പോലും എന്തെങ്കിലും ഒരു ഇളക്കം ഉണ്ടാക്കാം എന്നതിൽ കവിഞ്ഞാൽ അവിടുന്ന് അങ്ങോട്ട് ഈ സിനിമ മിക്കവാറും ഒരു സ്ക്രീനിൽ പോലും കാണാൻ സാധിക്കുമോ നമുക്കറിയില്ല. കാരണം അവർക്ക് കൃത്യമായി അറിയാവുന്ന, അവരെ നോവ് അനുഭവിച്ചവരുടെ മുന്നിലേക്ക് ഇതുമായി ഇവർക്ക് ചെല്ലാൻ സാധിക്കും. അതിന് മാർക്കറ്റ് കിട്ടും. അപ്പോൾ വളരെ വ്യക്തമാണ്, സിനിമ ഓടണം എന്നതിനുപരിയായി ഈ ഫണ്ട് ഇറക്കിയവർക്ക് മറ്റു ചില അജണ്ടയുണ്ട്. അതിന് ഇവിടെ ചിലർ നിമിത്തമായി പോയി എന്നുള്ളതാണ്. സിനിമ ഇപ്പൊ ഈ പറഞ്ഞതുപോലെ തന്നെ പലരും അറിഞ്ഞിട്ടില്ല തിരക്കഥ എന്നൊക്കെ പറയും. എത്രത്തോളം ശരിയാണെന്ന് നമുക്കറിയില്ല. അങ്ങനെയെങ്കിലും അത് വളരെ ഗുരുതരമാണ് എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല. അപ്പോ ആരുടെയോ ഒരു ഹിഡൻ അജണ്ട ഇതിലൂടെ നടപ്പാക്കി. മറ്റൊന്ന് നമുക്കറിയാം, ഇപ്പോ ഒട്ടുമിക്ക സിനിമകളും പരാജയമാണ്, സാമ്പത്തികമായി പരാജയമാണ് എന്ന് പറയുമ്പോൾ ആ സാമ്പത്തികമായ പരാജയത്തെ മറികടക്കാനുള്ള ഒരു കുതന്ത്രമായി ഇതിനെ കണ്ടോ എന്ന് നമുക്കൊരു സംശയമുണ്ട്. അതില് ഒരു പക്ഷേ പ്രായമാകുമ്പോൾ അഭിനയത്തിന് വരുന്ന കുറവോ അതോ അല്ലെങ്കിൽ മറ്റു പല കാര്യങ്ങളെ കൊണ്ട് തുടർച്ചയായി സിനിമകൾ പരാജയപ്പെടുന്ന ചിലരെ വിജയിപ്പിച്ചെടുക്കാൻ ഇങ്ങനെയുള്ള അജണ്ടകളിലൂടെ സാധിക്കും. ചില കാര്യങ്ങൾ തുറന്നു തന്നെ നമുക്ക് പറയണം. ഇപ്പൊ നമുക്കറിയാം, മോഹൻലാൽ എന്ന നടനെ നമുക്കെല്ലാം വളരെ ഇഷ്ടമായിരുന്നു. അദ്ദേഹത്തിന്റെ പഴയ സിനിമകൾ ഞാൻ എത്ര നേരം ഇല്ലെങ്കിൽ ഇപ്പോഴും ഇരുന്ന് കാണുന്നില്ല. പക്ഷെ ഒരിക്കലും ആ നിലവാരത്തിലേക്ക് പുതിയ സിനിമകൾക്ക് എത്താൻ സാധിക്കുന്നില്ല എന്നതൊരു സത്യമാണ്. അത് അഭിനയം കൊണ്ടാകാം, അതൊരു പക്ഷേ ശരീരത്തിന് വന്ന പ്രായം വരുത്തിയ ചില മാറ്റങ്ങളെ കൊണ്ടാകാം. എന്തായാലും ആ നിലവാരത്തിലേക്ക് എത്താൻ സാധിക്കുന്നില്ല. അപ്പോ അങ്ങനെ അതുപോലെ തന്നെ ഇപ്പൊ നമുക്കറിയാം, പൃഥ്വിരാജിന്റെ ഉദ്ദേശവും കാരണം വാര്യംകുന്നനെ കൊണ്ടുവന്ന് ഭാരതത്തിന്റെ തന്നെ രാഷ്ട്രപിതാവായി മാറ്റാനുള്ള ഒരു പരിശ്രമത്തൊക്കെ മോഹിച്ച് നടന്നയാളാണ്. പക്ഷെ തക്ക സമയത്തുള്ള പ്രതികരണം കൊണ്ട് അദ്ദേഹത്തിന് ഉദ്ദേശിച്ച വിധത്തിലേക്ക് അത് പോകാൻ കഴിഞ്ഞില്ല. അപ്പൊ ആ നിരാശാബോധമൊക്കെ ഇതിൽ നടപ്പാക്കുന്നു. അപ്പൊ ആരാണ് വില്ലൻ എന്നുള്ളത് അന്വേഷിച്ച് കണ്ടുപിടിക്കണം. രാഷ്ട്രത്തിന്റെ അന്വേഷണ ഏജൻസികളെ വരെ മുൾമുനയിൽ നിർത്തിക്കൊണ്ട് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പ്രൊപ്പഗണ്ട, ഒരു രാഷ്ട്രീയ പാർട്ടിയെ വിജയിപ്പിക്കാൻ ആ തെരഞ്ഞെടുത്ത പേര് പോലും പ്രിയദർശിനി, ഇന്ദിരാ പ്രിയദർശിനി എന്നുള്ള പേര് നമ്മുടെയൊക്കെ മനസ്സിൽ കിടക്കുന്നുണ്ട്. ഇന്ദിരാ ഗാന്ധി എന്നവര് ഒരു നാമം സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ അവർ ഇന്ദിരാ പ്രിയദർശിനിയാണ്. അപ്പൊ ഇവിടെയും രക്ഷപ്പെടുത്താൻ വരുന്നയാള്, കേരളത്തിന്റെ മുഖ്യമന്ത്രിയാകാൻ വരുന്നയാള് പ്രിയദർശിനിയാണ്. ഇപ്പോ വയനാട്ടിലേക്ക് ഒളിച്ചു കടത്തപ്പെട്ട അല്ലെങ്കിൽ വയനാട്ടിൽ വന്ന് രക്ഷ നേടുന്ന ചിലരെയൊക്കെ കേരളത്തിന്റെ രാഷ്ട്രീയത്തിന്റെ മുഖ്യധാരയിൽ പ്രതിഷ്ഠിച്ചുകൊണ്ട് ചില മാറ്റങ്ങൾ വരുത്താനുള്ള ആ രാഷ്ട്രീയ പാർട്ടിയുടെ അജണ്ട അത് സിനിമയിലൂടെ കൊണ്ടുവന്നുവെങ്കിൽ അതൊരു രാഷ്ട്രീയ പാർട്ടിയെ ഒരു തെരഞ്ഞെടുപ്പ് സമയത്ത് കൊണ്ട് നടന്ന് പ്രദർശിപ്പിക്കേണ്ട വെറും ഒരു സിനിമ മാത്രമായിരുന്നു. നമുക്കറിയാലോ, മറ്റേ വലിയ വാനിലൊക്കെ കൊണ്ടുവന്ന് വലിയ സ്ക്രീനൊക്കെ വെച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പ് സമയത്ത് പലരും പ്രചരണം നടത്താറുണ്ട്. കോൺഗ്രസ് പാർട്ടി അത്തരത്തിൽ നടത്തേണ്ടുന്ന ഒരു സിനിമ മാത്രമായിരുന്നു. അല്ലാതെ ഇതുപോലുള്ള പൊതുവായ സ്ക്രീനുകളിൽ എത്തിച്ച് പ്രേക്ഷകർക്ക് മുന്നിൽ എത്തിക്കേണ്ടതല്ല, ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പ്രൊപ്പഗൻഡ മാത്രമാണ്. അപ്പൊ ആ രാഷ്ട്രീയ പാർട്ടിക്ക് അധികാരത്തിലേറാൻ ഈ 56 രാമഭക്തരുടെ ആ രക്തവും മാംസവും അത് വിൽക്കരുതായിരുന്നു എന്ന്
എന്ന് തന്നെയാണ് പറയാനുള്ളത്. ഈ സിനിമയ്ക്ക് ഇറങ്ങിയ പണത്തെ പറ്റി കാര്യമായ അന്വേഷണം വേണം. ആരാണ് ഇതിൽ കളിച്ചത് എന്നുള്ളത് അറിയണം. ഒരു തികച്ചും രാഷ്ട്രവിരുദ്ധരാണ്. കാരണം ദേശീയതയ്ക്കെതിരായി രാഷ്ട്രത്തെ ഇനിയും ഭിന്നിപ്പിക്കാൻ ആഗ്രഹിച്ചുകൊണ്ടുള്ള പരിശ്രമമാണ് അതിന്റെ പിന്നിൽ നടന്നത്. തീവ്രവാദത്തെ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ള ഏക അജണ്ട വെച്ചുകൊണ്ടാണ് ഇത് പ്രവർത്തിച്ചത്. അതുമാത്രമല്ല, ടീച്ചർ നേരത്തെ വാരിയംകുന്നൻ്റെ കാര്യം സൂചിപ്പിക്കുകയുണ്ടായത്, അത് വലിയ രീതിയിൽ ഒരു സിനിമയാക്കി പൊതുസമൂഹത്തിന് മുൻപിൽ എത്തിക്കുക എന്നുള്ളത് ചിലരുടെയെങ്കിലും ഗൂഢ ലക്ഷ്യമായിരുന്നു. പക്ഷേ വിമർശനങ്ങളുണ്ടായി, എതിർപ്പുകളുണ്ടായി. എങ്ങനെയാണ് ഇത്തരത്തിലുള്ള ഒരു കലാപകാരി, സ്വാതന്ത്ര്യ സമര സേനാനി എന്നുള്ള ലേബലിൽ അറിയപ്പെടുക എന്നുള്ളത് ചരിത്രത്തിൻ്റെ ഉദാഹരണങ്ങൾ നിരത്തി വിമർശിക്കപ്പെട്ടപ്പോൾ അതിൽ നിന്ന് പിൻവാങ്ങേണ്ടി വന്ന കുറച്ചുപേരുണ്ട്. ഒരുപക്ഷെ അവരുടെ കൂടി അജണ്ട നടപ്പിലാക്കലായിരിക്കുമോ ഇത്തരത്തിൽ മറ്റൊരു രൂപത്തിലുള്ള ഈ തിരക്കഥ? അങ്ങനെ കൂടി പറയേണ്ടി വരുമോ? തീർച്ചയായും വാരിയംകുന്നനെ പ്രതിഷ്ഠിക്കാൻ സാധിക്കാത്തതിലുള്ള ഖേദം ഇത് ഒളിച്ചു കിടത്തിയതാണ്. ഇത് നമുക്ക് ഈ സ്ക്രീനിൽ എത്തുന്നത് വരെ ഇതിനെപ്പറ്റി സത്യം പറഞ്ഞാൽ അതില് പങ്കെടുത്ത കലാകാരന്മാർക്ക് പോലും അറിയാൻ സാധിക്കുന്നില്ല എന്നല്ലേ പറയുന്നത്. അപ്പൊ ഒളിച്ചു കിടത്തുകയല്ലേ. വാരിയംകുന്നൻ അവര് മുൻകൂട്ടി പ്രഖ്യാപിച്ചപ്പോൾ വലിയ തോതിൽ വിമർശനങ്ങൾ വന്നു. അതോടുകൂടി ആരാണ് വാരിയംകുന്നൻ എന്നുള്ളത് കേരളത്തിന് വളരെ വ്യക്തമായി മനസ്സിലായി. കേരളത്തിനല്ല, രാഷ്ട്രത്തിന് തന്നെ വളരെ വ്യക്തമായി മനസ്സിലായി. ഒരു നീചനായ ഒരു ജിഹാദി മാത്രമായിരുന്നു വാരിയംകുന്നൻ എന്നുള്ളത്. ഒരു നീചനും ഭീരുവുമായ ഒരു ജിഹാദി മാത്രമായിരുന്നു വാരിയംകുന്നൻ എന്നുള്ളതും അദ്ദേഹത്തെ മാറ്റിൻതോലണിഞ്ഞ ചെന്നായ എന്ന പോലെ അദ്ദേഹത്തെ ഒരു കുപ്പായം ഇടിച്ച് സ്വാതന്ത്ര്യ സമര സേനാനിയുടെ കുപ്പായം ഇടിച്ച് സ്വാതന്ത്ര്യത്തിന് വലിയ പങ്കൊന്നും വഹിക്കാത്ത സമുദായത്തിന് ആരെങ്കിലും ഒക്കെ കിട്ടണമല്ലോ എന്നുള്ള നിലയ്ക്ക് അവർക്ക് മുന്നിൽ പ്രതിഷ്ഠിക്കാനുള്ള ഒരു കുൽസിത ശ്രമമായിരുന്നു നടന്നത്. പക്ഷെ അത് തക്ക സമയത്ത് പ്രതികരണം കൊണ്ട് അതില്ലാതായി. അപ്പൊ അതിന് ഒളിച്ചു കിടത്തിയതാണ് ഇവിടെ ഇത്തരത്തില് ഗുജറാത്ത് കലാപങ്ങളെ വെള്ളപൂശാനും അല്ലെങ്കിൽ തീവ്രവാദിയായത്. അത് ചിന്തിക്കണം നമ്മള്. പാകിസ്ഥാനിൽ പോയി പരിശീലനം നേടി കേരളത്തിലേക്ക് എത്തുന്നു. പാകിസ്ഥാനിൽ പോയി പരിശീലനം നേടുന്നുണ്ട്, കേരളത്തിലേക്ക് വരുന്നുണ്ട്, ഇതൊക്കെ നമുക്കറിയാം. അപ്പൊ പരിശീലനം നേടുന്നതിന് കാരണം അവർക്ക് കിട്ടിയ ചില അല്ലെങ്കിൽ ദുരനുഭവങ്ങളാണ് എന്ന നിലയിലൊക്കെ ഇതിനെ വെള്ളപൂശി കൊണ്ടുവരുമ്പോൾ എത്രമാത്രം രാഷ്ട്രവിരുദ്ധമാണ് എന്ന് ചിന്തിച്ചു നോക്കൂ. അത് പല ആവർത്തി തന്നെ വേഷഭൂഷാദികളിലൂടെയും ആ പേരുകളിലൂടെയും ഒക്കെ അത് വരുത്തി തീർക്കാൻ ശ്രമിക്കുന്നുണ്ട് എന്നുള്ളതാണ് അങ്ങേയറ്റം ഖേദകരം.